അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത്. എനിക്കും നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുപാട് വർഷങ്ങളോട് പോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് പാവ എലിസബത്ത് ഒന്ന് കരകയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു ലൈവായിട്ട് ഒരു ഊള വന്നിട്ടുണ്ട്. ഊള എന്നാണ് അവനെ പറയേണ്ടത്. അവനെ പച്ചയ്ക്ക് തന്തയ്ക്കാനെ വിളിക്കണമെന്ന് ഞാൻ പറയാം. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ പലതും വിളിച്ചു പറയുമായിരിക്കും. വേറെ കാര്യമല്ല, നമ്മുടെ ആറാട്ടണ്ണന്റെ കാര്യം തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ അടുത്ത സമയം കൊണ്ട് കാണുന്ന ഏത് പെണ്ണുങ്ങൾക്കും ജീവിതം കൊടുക്കാൻ നടക്കുന്ന ഒരു പരമച്ചറ്റ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. നേരത്തെ നിത്യാമേനോന്റെ പേരും പറഞ്ഞിട്ടായിരുന്നു ആ പൂലോക നാറി കിടന്ന് ഞാൻ എഞ്ചിനീയറാണ്, നിങ്ങളൊരു ആക്ടറല്ലേ, ഞാൻ പലവട്ടം ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പുറകെ നടന്ന് എന്റെ പൊന്നു ഇതുപോലൊരു നായ എന്റെ ജീവിതത്തിൽ. പിന്നെ നടി മീര ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പിന്നെയും പുള്ളി രംഗത്ത് വന്നിട്ട് ഞാനൊരു ജീവിതം കൊടുക്കാന്ന് പറഞ്ഞു. ഇവന് നാണമില്ലട നായ. നീ വന്നിട്ട് ഇപ്പൊ വേണ്ട ബാല, അതായത് നമ്മുടെ എലിസബത്തിന് ഇപ്പൊ ജീവിതം കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. ബാല കള്ളനാണ്, പഠിച്ച ഭൂലോക വൃത്തികെട്ടവനാണെന്നൊക്കെയാണ് അണ്ണ വന്നിട്ട് പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ എലിസബത്തിന് ജീവിതം കൊടുക്കാൻ പോകുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എലിസബത്ത് ഉദയനോട് പറയാനുള്ളതാണ്, ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടു. നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിൽ സാക്ഷി ചെയ്യുന്നു ഞാൻ. പോടാ തച്ചോളി അവിടുന്ന്. നീ എന്ത് സാക്ഷിയാണെന്നാ പറഞ്ഞത്? നിനക്ക് ഉളുപ്പുണ്ടോടാ നായെന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂടാ. നായേ. ഈ അടുത്ത സമയത്താണെങ്കിൽ ബാലയെ കണ്ടപ്പോ ഷേക്കാൻഡ് കൊടുക്കാൻ വേണ്ടി പോയി. ബാല തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഇവൻ പല ഉണ്ടായവനായോണ്ട് തന്നെയാണ് അദ്ദേഹം പോലും തിരിഞ്ഞു നോക്കാതെ. അദ്ദേഹം എന്ന് പറയാൻ അവൻ ഭൂലോക ചെറ്റയാണ്, അത് വേറെ കാര്യം. ഇവരെ തിരിഞ്ഞു നോക്കാതെ ഏറ്റവും കൂടുതൽ കാര്യം ഇവൻ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു നാറിയ. ഒരു സ്റ്റാൻഡ് അവിടെ നിൽക്കുക. അന്ന് ചെകുത്താന്റെ വിഷയം നിന്നപ്പോ ചെകുത്താന്റെ കൂടെ നിന്ന് ബാല വിളിച്ചപ്പോ ഇവന് സത്യമായിട്ടും എന്താ ഞാൻ പറയുന്നില്ല, ഇവിടെ ഉറപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതില്ലാത്ത ഒരു നാറിയാണ് ഇവൻ. നീ ബാക്കിയും കൂടെ പറ. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ കിട്ടാൻ കുറെ ശ്രമിച്ചു, നടന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്പർ തപ്പി നടന്നതിനെ കുറിച്ച് ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏത് രീതിയിലാണെന്നും ഏത് ഉണ്ണിവാവയുടെ കയ്യിൽ നിന്നാണെന്നും ഒക്കെ നമ്മൾ അറിയുകയും ചെയ്തു. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കേരളം നെട്ട് ഏത് നാറിയുടെ കയ്യിൽ നിന്ന് നമ്പർ ചോദിക്കാനൊക്കെ ഇരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. ആ നാറി അതുപോലെ തന്നെ എലിസബത്തിനോട് പോയി ചോദിക്കുകയും ചെയ്തു, ഞാൻ ഇന്ന പോലെ നമ്പർ കൊടുത്തോട്ടെ എന്നുള്ള രീതി. ഇവര് പച്ചക്കാട്ടി ഇവര് സത്യം പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ ആരാ? നല്ലവനാണ്, പാവമാണ്, തക്കുടുവാണ്, എന്തോ ഒരു അത്യാവശ്യ കാര്യം ബാലയ്ക്കെതിരെ സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ നാറി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഓക്കെ, എന്തായാലും നീ ബാക്കിയും കൂടെ പറ. ആ നാറിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അത് സമയമാകുമ്പോൾ നമുക്ക് അതിന് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ താഴെ കമന്റ് ഇടുകയൊക്കെ ചെയ്യുക. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കാണാം. എനിക്കൊരു സെക്കൻഡ് ട്രോമയിൽ കൂടെ പോയി, ഞാനും അങ്ങനെ പോയിട്ടുള്ള ആളാണ്. നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. അതിന് നീ ആരാടാ? നീ എഞ്ചിനീയർ ആയ നിനക്ക് വിവരം ഉണ്ടോടാ നായ? നിനക്ക് വിവരമുണ്ടോ? നിനക്ക് വിവരമുണ്ടോ? ലേശം ഉളുപ്പുണ്ടോ? നീ അത് പറ. ഉളുപ്പുണ്ടോ? കാണുന്ന എല്ലാ പെണ്ണുങ്ങളെ എടുത്തും ചെന്നിട്ട് ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുമ്പോൾ നിന്റെ സ്റ്റാൻഡ് എന്നാത് മനസ്സിലാവും. നീ ഇങ്ങനെ ചുമ്മാ തേരാപ്പര നടന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും നീ സത്യം പറയാം, ഇവനൊരു കുഴപ്പമില്ലാത്തവനെ. ഇവൻ എപ്പോഴും എന്തെങ്കിലും കോൺട്രവേഴ്സിയും കാര്യങ്ങളും എപ്പോഴും ഇവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കണം. ആ ബാഡ് ബോയ്സ് മൂവി സമയത്ത് ഇവൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ ആരും തിരിഞ്ഞു നോക്കാതായപ്പോഴത്തേക്ക് ഇവൻ അവിടെ കിടന്ന് നെഗറ്റീവ് ഉണ്ടാക്കി ആകെ സീനാക്കി ആ പടത്തിനെ മോശമാക്കാൻ നോക്കി. പിന്നെ മാറ്റി പറയുന്നത് ഇവനൊരു സ്റ്റാൻഡ് ഇല്ലാത്തവരെ. നിന്നെ എങ്ങനെയാണ് ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വരുന്നത്? നീ ഒന്ന് ആലോചിക്കും, നീ എങ്ങനെ ഒരു പെണ്ണിനെ കെട്ടും? നീ നാളെ, ഞാൻ പറയുന്നില്ല, പറഞ്ഞ കൂടി പോകും, നാളെ ആ പെണ്ണ് ചിലപ്പോൾ ഓടേണ്ട അവസ്ഥ വരും. നിന്റെ ഈ എന്താ പറയുക, നീ പല ആൾക്കാർക്കും നീ മെറ്റ പരിപാടി വരെ ചെയ്തു കൊടുക്കുന്ന ഒരുത്തനാണെന്ന് നിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത നാറി. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നമ്പർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത്. എനിക്കും നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുപാട് വർഷങ്ങളോട് പോയിട്ടുണ്ട്. എന്നെക്കാൾ പ്രശ്നം അനുഭവിച്ച നിങ്ങളാണ്. അവനൊരു മാനസിക രോഗി. അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടാണ് ഈ എലിസബത്ത്. ഇനി നിന്റെ അടുത്തോട്ട് വരുവാണെങ്കിലുള്ള ഗതിയൊന്ന് ആലോചിച്ച് നോക്കിയടാ. പോടാ, എന്തോ നാടേ, നിനക്ക് ലോജിക്ക് വേണ്ടടാ മര കഴുതേ. പറയാൻ കാരണം, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ നമ്പർ കിട്ടാൻ കുറേ ശ്രമിച്ചു, കിട്ടിയില്ല. ബാല എന്തുവേണമെങ്കിൽ എന്നും ചെയ്യാം, നിങ്ങളും ചെയ്യാം.
ഓ നിന്നെ എന്തായാലും അവൻ തല്ലിക്കൊന്നാലും ഒരു വിഷയമില്ല. ആ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ അവനൊരു ലൈക്കും കൊടുക്കും, ഒരു എന്താ പറയുക ഒരു കമന്റും കൊടുക്കും. നിന്റെ ഒരു കാര്യത്തിന് നിന്നെ തല്ലിക്കൊല്ലുന്ന ഏറ്റവും നല്ല കാര്യം, ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നീ എങ്ങും ചെയ്യും, അവൻ ജയിലിൽ കിടക്കുകയും ചെയ്യും, നാട്ടുകാർക്കും ഒരു സൗകര്യം കിട്ടും, നിന്റെ ശല്യം ഒഴിയും കിട്ടും. അതിനേക്കാളും ഭേദം അതാണ്. ഞാൻ സിമ്പതിയുടെ പേരിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ അതേ അവസ്ഥയിൽ കൂടെ ഞാൻ പോയിട്ട് ഞാനും ബന്ധയിക്കുന്ന ആളാണ്. എനിക്ക് സൈക്കാട്രിക് പ്രോബ്ലമുണ്ട്, OCD നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ അക്കാഡമി പോയിട്ടാണ്, നിങ്ങളുടെ ഫാമിലി അക്കാഡമി പോയിട്ടാണ്, എൻ്റെ ഫാമിലി അക്കാഡമി പോയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കല്യാണം തയ്യാറാണ്. അത് വേറെ ഒരു ദുരിതോഷവും ഇല്ല. നിങ്ങളോട് പറയാനുള്ളതാണ്. എലിസബത്തിന് താല്പര്യമില്ല ഈ കല്യാണത്തിന്. ഞാൻ സമ്മതിക്കണം, എന്തൊക്കെ വന്നാലും ഞാൻ സമ്മതിക്കണം. അപ്പൊ നീ വിചാരിക്കും നീ ആരാടാന്ന്? ഞാൻ സമ്മതിക്കണം. പോടുന്നു നാണമില്ലാത്ത ആണും പെണ്ണും കെട്ടവനെ. നിനക്കൊരു ഉളുപ്പില്ലേടാ സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എന്തോ നീ വന്നിട്ട് പറഞ്ഞു എന്റെ അമ്മ ഒറ്റപ്പെട്ടു പോ. എന്റെ പൊന്നു മോനെ സത്യം പറയല, നീ വെറും ഒരു തോൽവി. ചുമ്മാ നിന്നെ തിയേറ്ററിൽ പോലും ഒരുത്തന്മാര് കേൾക്കാതെ. ഈ ഇടയ്ക്ക് കുറെ BGM ഒക്കെ ഉണ്ടായിരുന്നു, സെന്റ് ഇവനെ തിയേറ്ററിൽ കയറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. നിന്റെ ഇതുപോലെ ഈ പല തന്തയുടെ സ്വഭാവം കാണിക്കുമ്പോൾ ആരായാലും അടുപ്പിക്കത്തില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ല. ബാലയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. അതിന് സാക്ഷിയാണ് ഞാൻ. ബാലയുടെ അടുത്ത് പല പെണ്ണുങ്ങളും ബാലയുടെ വീട്ടിൽ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 2 തവണ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിച്ചതാണ്. 2ാമത്തെ തവണ അടിച്ചപ്പോൾ പറഞ്ഞു ഒരു കള്ള വീഡിയോ എന്നെ വെച്ച് എടുത്ു. അതിന് പറഞ്ഞു എൻ്റെ വീടറിയാം, വീട്ടിൽ വന്ന് അടിക്കുന്നുള്ള പറഞ്ഞു. ഇയാളുടെ ആ വാള ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നതാണ്. എലിസബത്ത് പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. ടേക്ക് എ ബ്രേക്ക്, മൂവ് ഫോർവേഡ് എലിസബത്തിനോട്ട് മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം ഇയാൾ വേറെ രീതിയിൽ വളച്ചൊടിച്ചു. ഇയാൾ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. എനിക്കിതുകൊണ്ട് ഒരുപാട് നഷ്ടമുണ്ട്. കാരണം എൻ്റെ തോക്കിൻ്റെ കേസ് ഇപ്പോൾ വാദിക്കുന്ന ബാലയുടെ അഡ്വക്കേറ്റാണ്. ഇവർ ഭാരം വെക്കും എനിക്ക്. സത്യം എനിക്ക് പറയാൻ നിർത്തിയില്ല. എനിക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായാലും ഞാൻ ബാലയെ പറ്റുന്ന സമയത്ത് ഒരു പാലക്കാടിനൊരു പെണ്ണ് വരുമായിരുന്നു. അതിനെക്കുറിച്ച് എലിസബത്ത് ബാലയുടെ മുമ്പിൽ വെച്ചാണ് എന്നോട് ചോദിച്ചതാണ്. 2 തവണ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി ഫിസിക്കൽ വയലൻസ് നടത്തിയ ആളാണ്. എലിസബത്താണ് ബാലയെ അശ്ലീല കണ്ടപ്പോൾ മുഴുവൻ നോക്കിയത്. എന്നിട്ട് ഒരു നന്ദില്ലാത്ത രീതിയിലാണ് എലിസബത്ത് ശരിയല്ല എന്നോട് ബാല പറഞ്ഞു. ബാല ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. എന്തായാലും ഒരാളിങ്ങനെ ഉപദ്രവിക്കരുത്. ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന സത്യങ്ങളാണ്. അവനും കണക്കാ നീയും കണക്കാ. 2 ആണും പെണ്ണും കെട്ടാവന്മാരാന്ന് പറയും. 2 പെണ്ണുപിടിയന്മാർ തന്നെയാടാ. അത്രേ ഞാനും പറയത്തുള്ളൂ. നീ എന്തോ അലൻ ജോസ് പെരേര നിന്റെ വീട്ടിൽ വന്നിട്ട് ഏതാണ്ട് തോന്നിയവസമൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു. ആ വീട്ടിലോട്ട് തന്നെയല്ലേ നീ എലിസബത്തിനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. നായണം കെട്ട നായ ഇവിടുന്ന് കാണുന്ന എപ്പിയന്മാരെയൊക്കെ വീട്ടിൽ കയറ്റിയിട്ട് തോന്നിയവസം കാണിച്ചതെല്ലാം കൂട്ട് നിന്നിട്ട് കഴിഞ്ഞിട്ട് അവന്മാർ പിണങ്ങി കഴിയുമ്പോൾ 10 ആൾക്കാരോട് വിളിച്ചു പറയണം നിന്നെ പോലുള്ള പന്ന മോനെയൊക്കെ എന്ത് പറയണം താമരെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കോകിലെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ ബാലയെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അടിച്ചായിരുന്നു. അന്ന് ഈ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ഈ ചെറ്റ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ വായിച്ചറാ. ഇപ്പോൾ ഹാപ്പിയായി ജീവിക്കുന്ന നടൻ ബാലയെ മുൻ ഭാര്യ ഉപദ്രവിക്കുന്നത് വളരെ മോശമാണ്. ബാല എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ഈ കാലത്ത് എല്ലാവർക്കും വേണ്ടത് പണമാണ്. നന്മ ഈ ലോകത്തില്ല. നടൻ ബാലയുടെ എന്നും പറഞ്ഞിട്ട് ഇവൻ ഒരു കമന്റ് ഇട്ടിട്ടാണ്. അതായത് മുൻ ഭാര്യയാണ് ഈ പറയുന്നത് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അണ്ണൻ കമന്റ് ഒക്കെ ഇടുക ചെയ്തത്. അതായത് ഈ എലിസബത്തിനെ മുൻ ഭാര്യ പുള്ളിക്കാരി ആയിരുന്നല്ലോ. അപ്പൊ ഇവന്റെ സ്റ്റാൻഡ് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പല തന്തയ്ക്ക് പറഞ്ഞവനാ. പല തന്തയ്ക്ക് നിനക്ക് നാണമില്ലടാ ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ ചോദിക്കാനാണെങ്കിൽ പോലും. നിങ്ങൾ തന്നെ പറയാം ഇവൻ എത്ര പെണ്ണുങ്ങൾ എടുത്ത് ഇത് പോയിട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. ഈ തന്തയില്ലാത്തവൻ എന്ന് ഞാൻ പറയും. ഞാൻ പിന്നെ വല്ലൊക്കെ വിളിച്ച് പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കിട്ടിയാൽ വലിച്ചറിയാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മാന്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ സബ്ബും ചെയ്യുക. ഇവനുള്ള മറുപടി നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ഐ ലവ് യു ഓൾ. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.